ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് നാളത്തെ എക്സാമിന് മുന്നേ A+ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു. അതിൻ്റെ ബേസിലാണ് ഈ ഒരു വീഡിയോ. മിസ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ലായിരുന്നു. പക്ഷേ A+ ടോപ്പിക്സ് ചാപ്റ്റർ വൈസ് കൊടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഡബിൾ പാസിലൊന്നും നമ്മൾ A+കാർക്ക്, അതായത് A+ ആവണം എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല. പക്ഷേ അതിൽ മാക്സിമം ഒരു കുറച്ച് എന്താ പറയുക ടോപ്പിക്സ് മാത്രമേ നമ്മൾ കവർ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ A+ കിട്ടുക എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്നൊരു 90% നമ്മൾ കവർ ചെയ്യണം. ആ 90% കവർ ചെയ്തിട്ടുള്ള ചാപ്റ്റർ ബേസ്ഡ് ടോപ്പിക്സുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ മിസ് ഓരോ പാഠത്തിൽ നിന്നും പഠിക്കുമ്പോൾ ഒരു ആവറേജ് കുട്ടികൾ ഒഴിവാക്കാൻ പറ്റാവുന്ന ടോപ്പിക്സ് മിസ് പറയുന്നുണ്ട്. സോ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എത്രത്തോളം അരിച്ച് പെറുക്കി പഠിക്കണം. ഇനി ഇമ്പോർട്ടൻസും ഡബിൾ പാസും എല്ലാം പഠിച്ചു കഴിഞ്ഞവരുണ്ട് ഇതിലെ നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ A+ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് എത്ര കിട്ടാം? നിങ്ങൾക്കൊരു മാക്സിമം ഒരു A ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഡിഫിക്കൽട്ടായ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ദെൻ ഇതിലെ ലാസ്റ്റിൽ കുറച്ച് ഡിഫറൻസുകളെല്ലാം മിസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഡിഫറൻസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കണ്ടിട്ടാണെങ്കിലും മനസ്സിലാക്കിയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്ററായ നമ്മുടെ മാനേജ്മെൻറ്റ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ്, ആ പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ്. ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. ദെൻ മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, ഈ ഒരു ടോപ്പിക്ക് നല്ല പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ 2 മാർക്ക് പോലും വിടാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പഠിച്ചിരിക്കാം. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർട്ടിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എഴുതാം. പേഴ്സണൽ സ്കില്ലുണ്ട്, സ്പെഷ്യലൈസ്ഡ് എന്താ പറയുക പ്രാക്ടീസസ് ഉണ്ട്, മോസ്റ്റ് ക്രിയേറ്റീവ് ആണ്, ഒരു ആർട്ടാണ്. അപ്പോൾ അതെല്ലാം മാനേജേഴ്സിന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, അതിന്റെ ഫംഗ്ഷൻസ് ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് പഠിക്കാം. ദെൻ കോർഡിനേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്. അപ്പൊ ഇതിലെ 3 ടോപ്പിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റാവുന്ന ടോപ്പിക്കാണ്. ഈ ഒരു എസ് എൻ ആർട്ട് അല്ലെങ്കിൽ എസ് എ സയൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ A+ കുട്ടികൾ ശ്രദ്ധിക്കുക, അവർ നല്ല പോലെ ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ചാപ്റ്റർ 2 എന്ന് പറയുന്ന പാഠം. സെക്കൻഡ് ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത് ഫീച്ചേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഇവർ തമ്മിലുള്ള കമ്പാരിസൺ. ഇത് 3ഉം A+ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ അതായത് സയന്റിഫിക്കിന്റെ ടെക്നിക്സും ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ഫയോളിന്റെ പ്രിൻസിപ്പിളും പഠിച്ചു കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഫീച്ചേഴ്സും സിഗ്നിഫിക്കൻസും നോക്കി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമ്പാരിസൺ മേ ബി ഹെൻറി ഫയോളും ടൈലറും തമ്മിലുള്ള കമ്പാരിസൺ ആവാം. അതല്ല ഈ സയന്റിഫിക് പ്രിൻസിപ്പിളും മോഡേൺ പ്രിൻസിപ്പിളും തമ്മിലുള്ള കമ്പാരിസൺ ആവാം. അതൊന്ന് നോക്കാം. ചാപ്റ്റർ 3ലേക്ക് വരുമ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ഇതിൽ 2 ടോപ്പിക്കാണ് എല്ലാവരും നിർബന്ധമായും പഠിക്കേണ്ടത്. അത് ജസ്റ്റ് പാസ് ആണെങ്കിലും ഡബിൾ പാസ് ആണെങ്കിലും പഠിക്കേണ്ട 2 ടോപ്പിക്ക് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റും ഒപ്പം തന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം ഇപ്പോഴാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ന്യൂ ഇക്കണോമിക് പോളിസി എന്താണ്, ദെൻ ഗവൺമെന്റിന്റെ പോളിസിയിലെ ഈ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ബിസിനസ്സിനെ മാറ്റിയിട്ടുണ്ട്. ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ ഇൻക്രീസ് എഫിഷ്യൻസി അങ്ങനെ ഹെഡ് വൈസ് പഠിച്ചാൽ മതിയാവും കേട്ടോ. അതായത് ഇപ്പോൾ കാണിച്ചു തരാം. മിസ് ഇപ്പോഴത്തെ ഫീച്ചേഴ്സ് പറയുമ്പോൾ കണ്ടില്ലേ, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്, ജനറൽ ഗൈഡൻസ് ഉണ്ട്, ഫോർമൽ വേ പ്രാക്ടീസ്, ഫ്ലെക്സിബിൾ ആണ്, ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ, സിഗ്നിഫിക്കൻസ് നോക്കുമ്പോൾ എഫിഷ്യൻസി കൂടുന്നു, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, സയന്റിഫിക് ഡിസിഷൻ, മീറ്റിംഗ് ദ ചേഞ്ചസ് ഓഫ് റിക്വയർമെന്റ്, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിൽ ഏതൊരു 3-4 എണ്ണം ഏതാണ് നമുക്ക് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് 4ാമത്തെ പാഠത്തിൽ ഒരുവിധം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിരിക്കുക. പ്ലാനിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, പ്രോസസ്സ്, പ്ലാനിങ് പ്രീമിസസ് എന്ന് വെച്ചാൽ എന്താണ്, സർട്ടൻ എസംഷൻസ് ആണ്, ടൈപ്സ് ഓഫ് പ്ലാൻ എന്താണ്, അതെല്ലാവരും ഷുവറായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അതായത് എല്ലാ കുട്ടികളും ആവറേജ് ആൻഡ് ബിലോ ആവറേജ് നല്ല മാർക്ക് എന്ത് വന്നാൽ പോലും കിട്ടണം. കാരണം അതെല്ലാം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കും. ദെൻ ചാപ്റ്റർ 5 ഓർഗനൈസിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് പഠിക്കാം.
ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻസ്, ഫോർമലും ഇൻഫോർമൽ തമ്മിലുള്ള ഡിഫറൻസ്, ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ആണ് ഇതിലൊരു A+ ചോദ്യം. കാരണം അത് എന്താ പറയുക, ഓവർ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് വരാറ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക എന്താണ്, റെഡ്യൂസ് ദ വർക്ക് ലോഡ്, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, ഫെസിലിറ്റീസ് ഗ്രോത്ത്, സൂപ്പർ റിലേഷൻഷിപ്പ്, ബെറ്റർ കോർഡിനേഷൻ, അതിനൊക്കെ ഹെൽപ്ഫുൾ ആണ്. അതങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 6 സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് നോക്കുക, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നോക്കുക, അതുപോലെ സെലക്ഷൻ ടെസ്റ്റുകൾ, സെലക്ഷൻ്റെ പ്രോസസ്സ് നോക്കുക, ഇമ്പോർട്ടൻസ് സെലക്ഷൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതുണ്ടല്ലോ, ഇത് 4 കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് നോക്കുന്നതോട് കൂടെ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് 8 മാർക്കിനാണ് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സോഴ്സസിൻ്റെയും എക്സ്റ്റേണൽ സോഴ്സസിൻ്റെയും മെറിറ്റുകൾ, അതായത് ഏതെങ്കിലും ഒരു സോഴ്സസിൻ്റെ മെറിറ്റ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ അകത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മെറിറ്റ് എന്താ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ബെറ്റർ റിലേഷൻഷിപ്പ് വരും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ ആകുമ്പോൾ നമുക്ക് ഫ്രഷേഴ്സിന് കിട്ടും അല്ലേ, ഫ്രഷേഴ്സിനെ കിട്ടും, അതുപോലെ വൈഡ് ചോയ്സ് കിട്ടുന്നു, പിന്നെ ടാലൻ്റ് ആയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ പറ്റും, പിന്നെ എക്സ്റ്റേണൽ ആൾക്കാരെ പുതിയ ആൾക്കാരായിട്ട് വെക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആ ഒരു തിങ്കിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെയാണ് അതിൽ പഠിക്കാം. ദെൻ ഇതിൽ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് എഴുതുമ്പോൾ ബെനിഫിറ്റ് ടു എംപ്ലോയീസ് ആൻഡ് ബെനിഫിറ്റ് ടു ഓർഗനൈസേഷൻ സെപ്പറേറ്റ് കാണിക്കാം. എന്തുകൊണ്ടാണ് സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്? എന്താണ് കാരണം? സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എലിമിനേറ്റ്. എന്തുകൊണ്ടാണ് സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആവുന്നത്? മേജോറിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ആർ എലിമിനേറ്റഡ് ത്രൂ ദിസ് പ്രോസസ് അല്ലേ. സെലക്ഷൻ പ്രോസസ്സിൽ ഒരു 75% നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ എടുത്ത് ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യാണ്. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് പ്രോസസ്. ദെൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണെന്ന് നമ്മളോട് ചോദിക്കും. ഇറ്റ് ഈസ് എൻ ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഹിയർ ദ ആക്ച്വൽ എൻവയോൺമെൻറ്റ് ടൂൾസ് ആർ ഗീവ് ദ ട്രെയിനീസിനെ അവർ ആക്ച്വലി ഏത് എൻവയോൺമെൻ്റ് ആണ് അതിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് തരികയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് ആണ് എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ എക്സാമ്പിളാണ്. ദെൻ ചാപ്റ്റർ 7 ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിരുന്നുണ്ടാവാം. എലിമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ, അതുപോലെ തന്നെ മാസ്ലോയുടെ നീഡ്, ഇൻസെൻറ്റീവ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പും ലീഡർഷിപ്പ് സ്റ്റൈൽസുകൾ പഠിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ പാഠത്തിൽ നിങ്ങൾ അടുത്ത ടോപ്പിക്കുകൾ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ബാരിയേഴ്സ്. ഇതിൽ മെഷേഴ്സ് ടു ഓവർകം ബാരിയേഴ്സ്, ഇതൊരു A+ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാം എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ മിസ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് തരാം. ദ എൻറ്റയർ പ്രോബ്ലം കമ്മ്യൂണിക്കേറ്റീവ് ഷുഡ് ബി സ്റ്റഡിഡ് ഇൻ ഡെപ്ത്, അനലൈസ് ആൻഡ് സ്റ്റേറ്റ് ഇൻ സച്ച് മാനർ ദാറ്റ് ക്ലിയർലി കൺവേ ടു സബോർഡിനേറ്റ്. അതായത് എന്തുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലിയർലി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തുള്ള റീസൺ നമ്മളറിയാം. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി അക്കോർഡ് ടു ദ എഡ്യൂക്കേഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് കമ്മ്യൂണിക്കേഷനെ നടത്തുമ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ അറിവോട് കൂടി ആയിരിക്കാം. ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് കൺസൾട്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് ചോദിക്കുക, ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്, ശരിയല്ലേ നോക്കുക. ദ കണ്ടന്റ് ഓഫ് മെസ്സേജ്, ടൂൺ, ലാംഗ്വേജ്, യൂസ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്, എഫക്റ്റീവ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടിയെന്ന് ഉറപ്പിക്കുക. മാനേജേഴ്സ് ഷുഡ് ബി ഗുഡ് ലിസണർ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് മാനേജേഴ്സ് ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. അതായത് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് അധികം ആരും അങ്ങനെ പഠിക്കാറില്ല, പക്ഷെ നമ്മളത് പഠിക്കുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, മാക്സിമം ഇൻഡിവിജ്വലിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഹാർമണി, യൂണിറ്റി ഓഫ് കമാൻഡ്, അതൊക്കെ ഇതിന് പ്രിൻസിപ്പിൾസ് ആണ്. ലീഡർഷിപ്പ്, ഫോളോ അപ്പ് ഒക്കെ അതിൽ പെടും കേട്ടോ. സൂപ്പർവൈസറുടെ റോള്, അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. ഇതൊക്കെ മോട്ടിവേഷൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, എല്ലാത്തിലും ഒരേ ടൈപ്പ് ഓഫ് മെറിറ്റുകളാണ് വരുന്നത്. അതൊന്ന് ജസ്റ്റ് പഠിച്ചിരിക്കണം. ദെൻ അപ്പോൾ അത്രയും ആ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആയിട്ടാണ്. ചാപ്റ്റർ 8ലേക്ക് വരുമ്പോൾ കൺട്രോളിങ് എന്തുകൊണ്ടാണ് ബാക്ക്വേർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്? കാരണം കൺട്രോളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ ചെക്ക് ചെയ്യാണ് ആക്ച്വൽ പെർഫോമൻസ് എത്രത്തോളം നമ്മൾ ചെയ്തു എന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻസിൽ ടു എസ് ബാക്ക്വേർഡ് പ്രോസസ്സ്. ദെൻ ഇതിലെ ഇമ്പോർട്ടൻസ് ലിമിറ്റേഷൻസും പഠിച്ചിരിക്കുക. റിലേഷൻഷിപ്പ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും ആർ 2 sides ഓഫ് എ കോയിൻ. കാരണം പ്ലാൻ ചെയ്തത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ആക്ഷനാണ് വരിക.
പ്ലാൻ ചെയ്തെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺട്രോളിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പ്ലാനിലേക്ക് തന്നെയാണ്, റീപ്ലാനിങ് ആണ് നടത്തുന്നത്. ഇൻ ദാറ്റ് സെൻസ് ദേ ആർ ഇന്റർഡിപ്പെൻഡൻറ്റ്, ഇന്റർ റിലേറ്റഡ് സെൻസ് എന്ന് പറയാം. കൺട്രോളിൻ്റെ പ്രോസസ്സ് പഠിക്കുക. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, ഇത് നമ്മൾ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നോട് വിളിക്കുന്നുണ്ട് കേട്ടോ, അത് മറക്കരുത്. കൺട്രോൾ ബൈ എക്സെപ്ഷൻ, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി എന്നർത്ഥം. ഓക്കെ. ദെൻ ചാപ്റ്റർ 9 വരുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് പഠിക്കണം, ഫൈനാൻസ് മാനേജറുടെ 3 ഫങ്ഷൻസ് പഠിക്കണം, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് 2 മാർക്കിന് പഠിക്കണം, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പഠിക്കണം, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അതായത് 2 മാർക്കിനെ നമുക്ക് എപ്പോഴും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് വെച്ചാൽ ഇത് ഇൻട്രസ്റ്റ്, അതായത് നമ്പർ ഓഫ് ടൈംസ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആർ ദ കമ്പനി കവർ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ, അതായത് എത്ര തവണ നമ്മൾ ടാക്സ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്ത് തീർക്കുന്നുണ്ട് നോക്കാം. അതായത് ഇവിടെ നമുക്ക് എത്രത്തോളം കടം വാങ്ങാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കാം. ദെൻ ചാപ്റ്റർ 11 വരുമ്പോൾ ഒരുപാട് ടോപ്പിക്ക് മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നോക്കണം കേട്ടോ. മാർക്കറ്റിംഗ് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് മിക്സ്, 4 പീസുകൾ ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഗുഡ്സ്, ഇത് റയർ ക്വസ്റ്റ്യൻ ആണ്, അധികം ഉൾപ്പെടുത്താറില്ല. കൺസ്യൂമബിൾ ഗുഡ്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, കൺവീനിയൻറ്റ് ഗുഡ്സ്, അതിൻ്റെയൊക്കെ ഓരോ എക്സാമ്പിൾ അറിയാം. ബ്രാൻഡിങ്ങിൻ്റെയും പാക്കേജിങ്ങിൻ്റെയും ഫങ്ഷൻസ് അറിയാം. ലാബലിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ് ഓഫ് എ പ്രോഡക്റ്റ്, പ്രൈസിങ്ങിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദെൻ പ്രൊമോഷൻ മിക്സ്, പ്രൊമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പബ്ലിസിറ്റി, അഡ്വർടൈസ്മെൻറ്റ്, ആഡ്, പബ്ലിസിറ്റി, സെയിൽസ് പ്രൊമോഷൻ, ഓക്കെ, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, അഡ്വർടൈസ്മെൻറ്റ്, പബ്ലിസിറ്റി, പേഴ്സണൽ സെല്ലിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോഷൻ മിക്സ് 4 എണ്ണം. ദെൻ അഡ്വർടൈസ്മെൻറ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് നല്ല രീതിയിൽ പഠിക്കുക. പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുകയും ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് ചാപ്റ്റർ 12 കിടക്കുമ്പോൾ കൺസ്യൂമറിൻ്റെ പാഠത്തിൽ നിങ്ങൾ പഠിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്, റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, അതിൽ നിന്ന് പഠിക്കാത്ത കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത്. അതിനുശേഷം റിഡ്രസൽ ഏജൻസീസ്, ഗവൺമെൻറ്റിൻ്റെ റോള്, ഗവൺമെൻറ് ആൻഡ് NGOs, അതായത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരെ എത്രത്തോളം നമ്മളെ കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ അവരുടെ റോൾ ഉണ്ട് എന്നുള്ള ടോപ്പിക്ക് പഠിക്കാം. ഈ ചാപ്റ്റർ ബേസുകളെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് മാർക്കറ്റിങ്ങും സെല്ലിങ്ങും, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റ് ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഹെൻറി ഫയോളും ടൈലറും തമ്മിലുള്ള ഡിഫറൻസ്, ഒബ്ജക്റ്റീവ് സ്ട്രാറ്റജി, ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്, ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ, ഫോമൽ ആൻഡ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ, ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം, റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും, ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും, ഫിക്സ്ഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ഒരു 12 ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 12 ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡൺ ഇൻ കറക്റ്റ് മാനർ. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എക്യുറേറ്റ് വർക്ക് മാത്രം നമ്മളതിൽ എടുക്കുള്ളൂ. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് എൻഫേസ് ചെയ്യുന്നു. ഇവിടെ മീൻസും എൻസ് ആണ്, ഷോർട്ട് റൺ ആണ്, ലോങ് റൺ ആണ്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാണ്. ഇതൊരു നാരോ കൺസെപ്റ്റ് ആണ്, ഇതൊരു ബ്രോഡ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് 1 എംപ്ലോയി അണ്ടർ 1 ഹെഡ്, ഒരാളിൽ നിന്ന് മാത്രം പ്രിൻസിപ്പിൾസ് സ്വീകരിക്കുക. ഇവിടെ 1 ഹെഡ് വിച്ച് 1 പ്ലാൻ, ഇവിടെ 1 പ്ലാൻ ആണ്, ഇവിടെ 1 ഹെഡ്. ഇറ്റ് എയിംസ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ എമംഗ് സബോർഡിനേറ്റ്, എയിംസ് ടു കോർഡിനേഷൻ, ഇത് കോർഡിനേഷനും കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനാണ്. എംഫസിസ് ഓൺ അക്കൗണ്ടബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്, ഇറ്റ് ഈസ് അറ്റൈൻമെന്റ് ഓഫ് ഗോൾസിലാണ്. ഇവിടെ കോൺഫ്ലിക്റ്റ്, നമുക്ക് കോൺഫ്ലിക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഡ്യൂപ്ലിക്കേഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹെൻറി ഫയോളും ഫ്രെഡറിക് വെൻസ്ലർ ടൈലർ, അതായത് FW ടൈലറും തമ്മിലുള്ള ഡിഫറൻസ്. ഹെൻറി ഫയോൾ എന്ന് പറയുമ്പോൾ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. ഇത് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഇത് മാക്രോ അപ്രോച്ച് ആണ്, മൈക്രോ അപ്രോച്ച് ആണ്.
ഇവിടെ യൂണിവേഴ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഹെൻറി ഫയോളിൻ്റെ. ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, ഇത് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഹെൻറി ഫയോൾ പ്രാക്ടീഷണർ ആയിരുന്നു, സയന്റിസ്റ്റ് ആയിരുന്നു. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്, ഇത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്കാണ്. അപ്പോൾ ഈ ഹെൻറി ഫയോളിന്റെ ഈ ഒരു ഇപ്പം ഈ മിസ് അടയാളപ്പെടുത്താത്ത ഈ ഒരു പോയിന്റില്ലേ, ഇത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും സയന്റിഫിക് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് എഴുതാം കേട്ടോ. ദെൻ റൂൾസും പോളിസീസും തമ്മിലുള്ള ഡിഫറൻസ്, ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജി. പോളിസി എന്ന് പറയുമ്പോൾ ഗൈഡ് ലൈൻ ടു തിങ്കിങ്, ഇത് ബിഹേവിയർ ആണ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് ആണ്. മാനേജ്മെന്റിനനുസരിച്ചിരിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യില്ല, അത് മാനേജ്മെന്റിന്റെ കാര്യമല്ല, എല്ലാവർക്കും ബാധകമാണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് പ്ലാൻസ് ആണ്, ഇത് സിംഗിൾ യൂസ് പ്ലാൻ ആണ്. ഇത് എൻഡ് പോയിന്റ് ആണ്, ഇത് ടാക്ടിക് പ്ലാൻസ് ആണ്, അതായത് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻസ് ആണിത്. ഇത് ടോപ്പ് ലെവൽ മാനേജിന്റെ ആണ്, ഇത് മിഡിൽ ലെവൽക്കും ചെയ്യാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ല. ഓക്കെ. ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം, ഇത് ഫങ്ഷൻ അനുസരിച്ചിട്ട്, ഇത് പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട്. ഇത് സ്പെഷ്യലൈസേഷൻ, ഇത് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡിഫിക്കൽട്ട് ആണ്. ഇത് ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി, എക്കണോമിക് ആണ്, കോസ്റ്റ്ലി ആണ്, ഈസി ആണ്, ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. ഫോമലും ഇൻഫോമലും തമ്മിലുള്ള ഡിഫറൻസ്, ഫോമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിന്റെ ആണ്, ഇത് ഓട്ടോമാറ്റിക്കലി ആണ് വരിക. ഇവിടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, ഇവിടെ നമുക്ക് സോഷ്യൽ നീഡുകളാണ്. ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അങ്ങനത്തെ ക്ലിയർ സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇവിടെ സ്പെസിഫിക് റിലേഷൻഷിപ്പേ ഇല്ല. ഒഫീഷ്യൽ ലൈനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുക. ഇവിടെ അങ്ങനെ ഒഫീഷ്യൽ ലൈൻ ഒന്നുമില്ല. സ്റ്റേബിൾ ആയിരിക്കും, എന്താ പറയുക, സ്റ്റേബിൾ ആയിരിക്കില്ല. റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. റൂൾസ് ഉണ്ട്, ദർ ഇസ് നോ റൂൾസ് കേട്ടോ. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, ടോട്ടലിസ്റ്റിക് ആണ്, നേരോ, വൈഡ്, കമ്പൽസറി, ഓപ്ഷണൽ. കനോട്ട് ഡെലിഗേറ്റഡ്, ക്യാൻ ബി ഡെലിഗേറ്റഡ്. റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ ഓൾ എംപ്ലോയീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ഓർഗനൈസേഷനിലും വേണം, പക്ഷെ വലിയ വലിയ ബിഗ് ഓർഗനൈസേഷനിൽ ഡീസെൻട്രലൈസേഷൻ മതി കേട്ടോ. സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ റിക്രൂട്ട്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സെലക്ഷനിൽ സെർച്ചിങ്, അതിന്റെ ഡെഫിനിഷൻ സെർച്ചിങ് എംപ്ലോയീസ് ആണ്. ഇവിടെ ചൂസിങ് ദ മോസ്റ്റ് പേഴ്സൺ. പോസിറ്റീവ് ആണ്, നെഗറ്റീവ് പേഴ്സൺ ആണ്, സിമ്പിൾ ആണ്, കോംപ്ലക്സ് ആണ്. മോർ അപ്ലിക്കൻസ് ഉണ്ടായിരിക്കും. ഇവിടെ സ്യൂട്ടബിൾ പേഴ്സൺസ് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഇത് സിലക്ഷന് മുന്നേ ആണ്, ഇത് ആഫ്റ്റർ റിക്രൂട്ട്മെന്റ് ആണ്. ഇറ്റ് ഡു നോട്ട് എൻഷുർ ജോബ്, ഇറ്റ് എൻഷുർ ജോബ്സ്. ഓക്കെ, 4 പഠിക്കാം. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽസ് ആൻഡ് നോളജ് ഫോർ പർട്ടിക്കുലർ ജോബ്. ഇതെന്ന് വെച്ചാൽ ഗ്രോത്ത് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. ഇത് ജോബ് സെന്റേർഡ് ആണ്, ഇത് കരിയർ ആണ് മെയിനായിട്ട് നോക്കുക. ഇത് ഷോർട്ട് ടേം പെർവാസീവ് ആണ്, ഇത് ലോങ് ടേം ആണ്. ഇവിടെ സൂപ്പർവൈസറിന്റെ റോളാണ് മെയിൻ. ഇവിടെ സെൽഫാണ്, ഡെവലപ്മെന്റ് ഓരോരുത്തർക്കാണല്ലോ വരുന്നത്. ഇവിടെ ഡെവലപ്മെന്റ് സ്കില്ല് ഓൾറെഡി വർക്കേഴ്സിൽ ഉണ്ടാവും. ഇത് ഡെവലപ്പ് ഹിഡൻ ക്വാളിറ്റീസ് ഓഫ് ടാലന്റ്, അതായത് ഹിഡൻ ക്വാളിറ്റീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഡെവലപ്മെന്റ് ഓരോരുത്തർ പേഴ്സൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. ഫോമൽ ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ. ഫോമൽ എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡ് ആണ്. ഇവിടെ ഇൻഫോമൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് സ്ലോ ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. റിട്ടേൺ ഫോം ആയിരിക്കും, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. സിസ്റ്റമാറ്റിക്, അൺസിസ്റ്റമാറ്റിക്. ഫിക്സഡ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇംപേഴ്സണൽ ആണ്, പേഴ്സണൽ ആണ്. ഇവിടെ ഓർഗനൈസേഷൻ്റെ നീഡ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇവിടെ സോഷ്യൽ നീഡാണ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും നമ്മളെ ഡിഫറൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫിക്സ്ഡ് അസറ്റ് ക്യാപിറ്റൽ, ഫിക്സ്ഡ് അസറ്റ് വാങ്ങാനുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കറണ്ട് അസറ്റിലാണ്. ഇവിടെ നമുക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ഇവിടെ ക്യാൻ നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാം, ഇവിടെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻഡയറക്റ്റ് ആണ്, ഇത് ഡയറക്റ്റ് ആണ്. ഇത് ലോങ്ങർ പീരീഡിനായിരിക്കും, ഇത് ഷോർട്ടർ പീരീഡിനായിരിക്കും. നമുക്കറിയണ കാര്യങ്ങളുണ്ട് എഴുതി വയ്ക്കാം. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിൻ്റെ നീഡ്സും വാണ്ട്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ സെല്ലറുടെ നീഡാണ്. ഇവിടെ പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ത്രൂ മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്. ഇവിടെ ബിഫോർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇവിടെ ആഫ്റ്റർ പ്രൊഡക്ഷൻ ആണ് സെല്ല് ചെയ്യുക. കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഇവിടെ പ്രൊഡക്റ്റ് പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമേ ഉള്ളൂ. ലോങ് ടേം ആയിരിക്കും, ഷോർട്ട് ടേം ആയിരിക്കും. പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇംപേഴ്സണൽ ആണ്, ഇത് പേഴ്സണൽ ഫോം ഓഫ് ആണ്. ഇത് മാസ് റീച്ച് എത്തും, ഇത് ലിമിറ്റഡ് നമ്പേഴ്സിനെ കിട്ടുള്ളൂ. ഇവിടെ കോസ്റ്റ് പെർ പേഴ്സൺ ലോ ആണെങ്കിൽ കോസ്റ്റ് പെർ പേഴ്സൺ ഹൈ ആണ്. അഡ്വർടൈസ്മെന്റ് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടില്ല, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അവരിൽ നിന്ന് കിട്ടും. ഇത് മാസ് മീഡിയ ത്രൂ ആണ് നമുക്ക് യൂസ് ചെയ്യുക. ഇത് സെയിൽസ് സ്റ്റാഫുകൾ പോയിട്ട് വേണം. ഇൻഫ്ലെക്സിബിൾ ആണ്, ഇത് ഫ്ലെക്സിബിൾ ആണ്. ഇത് ഇമ്മീഡിയറ്റ് സെയിലായിട്ട് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് സെയിൽ അവരോട് പറഞ്ഞ് വാങ്ങാം. ഇവിടെ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ സ്റ്റാൻഡർഡൈസ്ഡ് മെസ്സേജ് ആയിട്ടാണ്. ഇവിടെ നമ്മളെ കസ്റ്റമറിന്റെ നീഡ്സ് അനുസരിച്ച് സെയിൽസ് ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും സെയിൽസ്മാൻ.
സോ ഇത്രയും ഡിഫറൻസുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തില്ലേ നോക്കാം. നിങ്ങൾക്ക് A+ അല്ല 75+ മാർക്ക് ഉറപ്പാണ് കേട്ടോ ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. കാരണം നമുക്ക് എങ്ങനെ ഡിഫിക്കൽട്ടാണ് പേപ്പർ എങ്കിൽ പോലും നമുക്കൊരു 70 എബവ് മാർക്ക് കിട്ടും ഈ ടോപ്പിക്കുകളൊക്കെ പോയാൽ. ഇനിയും സമയമുണ്ട്. അതായത് ഇനിയും ഇങ്ങനെ വലിച്ചു വാരി പഠിച്ചില്ലെങ്കിലും ഹെഡിങ്ങുകൾ ഓരോന്നായിട്ട് വേഗം സ്പീഡിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടും. അത് ഷുവറാണ്. സോ എല്ലാവരും പഠിക്കാൻ മാക്സിമം മാർക്ക് വാങ്ങാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.